ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു അരിയുണ്ടയാണ്. അതിനുള്ള അരിയുണ്ടയ്ക്കുള്ള അരി അമ്മ എടുത്തേക്കുന്നു. അമ്മ അതിന്റെ കുത്തരിയാണ് എടുത്തേക്കുന്നത്. അതിനുള്ളത് പണ്ടെല്ലാവരും ഇതുണ്ടാക്കിയിട്ടുള്ളതാ, ഈ അരിയുണ്ട കുത്തരി വറുത്ത്. അപ്പൊ നമുക്കതെങ്ങനെയാന്ന് നോക്കാം. അമ്മയുണ്ട് അതിന് 250 ml കപ്പാണ് ഇത്. അതിനമ്മ 2 കപ്പ് അരി എടുക്കുവാണ്. അമ്മ ഇതൊന്ന് 2 കപ്പ് അരി എടുത്തു. അമ്മ ഇത് നല്ലതായിട്ട് ഒന്ന് കഴുകി നമുക്ക് വറുത്തെടുക്കണം. നമുക്ക് ഇനി അരി പാത്രത്തിലോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം കഴുകിയെടുക്കാം. നമുക്കിത് 2-3 വെള്ളം നല്ല വൃത്തിയായിട്ട് ഇത് കഴുകിയെടുക്കാം. വേണ്ട അരി നല്ലതായിട്ട് കഴുകി വാരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. നമുക്കിതിനും കുറേശ്ശെ 2ആയിട്ടിട്ട് നമുക്കിനി വറുത്തെടുക്കാം. വെള്ളം തോന്നണമെന്നൊന്നുമില്ല. നമുക്കിനി അങ്ങോട്ട് ചീനച്ചട്ടിലോട്ട് ഇടുമ്പോൾ വെള്ളം അങ്ങ് വലിഞ്ഞ് അത് അരി മുരിഞ്ഞു വരും മൂത്ത്. നമുക്കിനി ചെയ്യാം അങ്ങനെ. നമുക്ക് തീ കത്തിക്കാം. കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെക്കാം. ചട്ടി ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് അരിയിടാം. ചട്ടി ചൂടായി. നമുക്കിത് 2ആയിട്ടിട്ട് വറക്കാം, അല്ലേലെ മൂക്കത്തില്ല പെട്ടെന്ന്. പകുതി അരി ഇട്ടു. അതിന് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരിയെല്ലാം തേണ്ട നല്ലോണം പൊട്ടിത്തുടങ്ങി വെള്ളമെല്ലാം പോന്ന് മുരിഞ്ഞ് എന്താ പൊട്ടുന്നു നല്ലതായിട്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? എല്ലാം മുരിയണം. മുരിഞ്ഞ് പൊട്ടി മുരിയണം എല്ലാം. അത് പാകത്തിന് ആകത്തുള്ളൂ. അല്ലെ പിന്നെ അരി പോലെ ഉണക്കും. നമ്മുടെ അരിയെല്ലാം നല്ലതായിട്ട് മൂത്ത് നമുക്കിനി ഇതെല്ലാം കോരി കഴിഞ്ഞെടുക്കാം. മറ്റേതും കൂടെ അതുപോലെ ഇട്ട് മൂപ്പിച്ചെടുക്കും. നമ്മുടെ അതും 2ാമത് ഇട്ട് അതും എല്ലാം മൂത്തു. നമുക്കിതും ഇനിയും കോരിയെടുക്കാം. ഈ ഇനിയും കെടുത്താം. നമുക്ക് ഇച്ചിരി കപ്പലണ്ടിയും നെൽക്കടലയും ഒരു നെൽക്കടലെന്ന് പറയുന്ന നമുക്ക് ഇച്ചിരി കപ്പലണ്ടിയും പറങ്ങാണ്ടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനകത്ത് ഇട്ട് നമുക്ക് പൊടിക്കാൻ ചെറിയ ഇട്ടൊന്ന് ചൂടായാൽ മതി. ഇത്രയും ചൂടായാൽ മതി. നമുക്കിനി കോരിയെടുക്കാം. നമുക്ക് പൊടിക്കാം. നമുക്ക് അരിയുടെ ചൂടെല്ലാം പോയി. നമുക്കിനി ഒരു അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് പൊടിച്ചെടുക്കാം.
നമുക്കിത് രണ്ടായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കണം, തരിയൊന്നും നമുക്ക് വേണ്ട. നല്ല ഫൈനായിട്ട് പൊടിച്ചമ്മ ഇതുപോലെ പൊടിച്ച് കിട്ടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പറങ്ങാണ്ടിയും കപ്പലണ്ടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. പിന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പീര ഇടാം. ഇതിനകത്തോട്ട് ശർക്കരയും കൂടി ഇടാം. പിന്നെ തേങ്ങായും കൂടി ഇടാം. എല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഇത് ഒതുക്കി ഒതുക്കി 2-3 പ്രാവശ്യം ഇട്ട് ഇതിങ്ങനെ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി ഒതുക്കി പൊടിക്കുമ്പോ അങ്ങ് പൊടിയും. ഇവിടെ പൊടിഞ്ഞു. നമുക്കിനി ഈ അരിപ്പൊടിക്കകത്തോട്ട് ഇതും കൂടി ഇട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിനകത്തോട് ഒരു പിഞ്ച് ഉപ്പ്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൈയിട്ട് എടുക്കാം. അരിപ്പൊടിയും നമുക്കിനി എല്ലാം ഇളക്കി അമ്മ യോജിപ്പിച്ചു. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടുവാന്ന് എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അരിയുണ്ട എല്ലാം ഉരുട്ടി കഴിഞ്ഞു. നമ്മുടെ അരിയുണ്ട എല്ലാം തേണ്ട നല്ലതായിട്ട് നമ്മ ഉരുട്ടിയെല്ലാം വെച്ചു. ഇതുപോലെ എല്ലാവരും നോക്കണം. നല്ലൊരു അരിയുണ്ടയാ. 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലതായത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നല്ലതായത്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അമ്മയുടെ കൊച്ചു വീഡിയോ ഒന്ന് കാണണേ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബായ്.